ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റേഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമേ ടിവി സീരീസിന്റെ സീസൺ 3 13ാമത്തെ എപ്പിസോഡാണ്. സോ ഇതോടുകൂടി സീസൺ 3 അവസാനിച്ചു. അടുത്ത നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ സമയങ്ങളെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിനൊടുക്കത്തിൽ ടാക്കെമിച്ചിയും കിസുകിയും തമ്മി അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചല്ലേ എന്ന് പറഞ്ഞ ടാക്കെമിച്ചി നോക്കുന്നു. നീ എന്താടാ നോക്കുന്നേ എന്ന് പറഞ്ഞ കിസുക്കി അവന്റെ മോന്ത കിട്ടുന്നു കൊടുക്കുന്നു. വായടക്കടാ എന്ന് പറഞ്ഞ ടാക്കെമിച്ചിയും കൊടുക്കുന്നു. കിസുക്കി നീ തോറ്റുപോയി, നീ വീക്ക് ആയതുകൊണ്ട് നീ മറ്റുള്ളവരെ യൂസ് ചെയ്യണം എന്ന് ടാക്കെമിച്ചി പറയുന്നു. ലീഡർ ആയിരിക്കാൻ സ്ട്രോങ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിനക്ക് ആവശ്യമുള്ളത് അച്ചീവ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ മാത്രം ഉണ്ടായാൽ മതി എന്ന് കിസുക്കിയും പറയുന്നു. എന്നെ പോലെ ഒരുത്തൻ നിന്നെ തടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാടാ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ആവാ? ഇപ്പൊ ഞാൻ ഒരു ഡാർക്ക് ഹീറോ ആയി മാറേണ്ട സമയമായിരുന്നു. എന്റെ ലക്ഷ്യം തന്നെ ടോമാന്റെ നമ്പർ 2 ആയിരിക്കുന്ന ഡ്രാഗനെ കൊന്ന് അവന്റെ സ്ഥാനത്തോട്ട് വരേണ്ടതായിരുന്നു. ലീഡർ ഇല്ലാത്ത വാൽഹാലയ്ക്ക് മൈക്കിയെ ലീഡർ ആക്കണം. ടെഞ്ചിക്കോയെ വെച്ച് ടോമാനെ ഇല്ലാതാക്കി എല്ലാം ഒന്നാക്കിയനെ. അങ്ങനെ മൈക്കിയെ ചേർത്ത് എല്ലാ അണ്ടർവേൾഡിനെയും ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരുമായിരുന്നു. എന്ന് ഈ പ്ലാൻ എല്ലാം തന്നെ ഇല്ലാതാക്കിയത് നീ ഒറ്റൊരുത്തനാണ് എന്ന് പറഞ്ഞ് കിസുക്കി അവനെ അടിക്കുന്നു. ഇത് കണ്ട് ടാക്കെമിച്ചി കിസുക്കി അടിക്ക് താഴെയിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഇവിടെ വെച്ച് കത്തിക്കൊണ്ടിരുന്ന ആ തീയിന്റെ മുമ്പിൽ ഞാൻ എടുത്ത ആ വാക്ക്, ഞാൻ ടോമാന്റെ ലീഡറാവും. ഫ്യൂച്ചറിൽ നീ ഇവിടെ വെച്ച ഹീനയെ കൊന്ന കിസുകി. അതിൽ നിന്നും തടയാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലോട്ട് വന്നും പോയിക്കൊണ്ടിരുന്നു. എന്നാ അതിനൊരവസാനം ഇന്ന് ഇവിടെ വെച്ചായിരിക്കണം. ഇന്നത്തോടെ ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാവും എന്ന് ടാക്കെമിച്ചി പറയുന്ന സമയത്ത് ടാക്കെമിച്ചിക്ക് ചില വിഷൻസ് വരുവാണ്. കിസുക്കി ഫ്യൂച്ചറിൽ ഹീനയെ മീറ്റ് ചെയ്ത ചില വിഷ്വൽസ്. എനിക്ക് മനസ്സിലായടാ, അങ്ങനെയാണെങ്കിൽ നീ ഒരു ടൈം ട്രാവലർ ആണല്ലേ. അതുകൊണ്ടാണ് എന്റെ പ്ലാൻ നിനക്ക് നേരത്തെ തന്നെ അറിയാവുന്നത്. നീ ഒരു ടൈം ട്രാവലർ ആണെന്ന് ആരപ്പ ഗസ് ചെയ്തേ എന്ന് പറഞ്ഞു ചിരിക്കുവാണ് കിസുക്കി. കിസുക്കി നീ എന്തിനാ ഹീനയുടെ പുറകെ നടക്കുന്നേ? നീ മൈക്കിയുടെ കൂടെ ഇൻട്രസ്റ്റ് ആവണമെങ്കിൽ മൈക്കിയെ നിന്റെ കൺട്രോളിൽ കൊണ്ടുവരണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എന്നാ ഹീന, അവളെ എന്തിനാ ഫ്യൂച്ചറിൽ നീ വീണ്ടും കൊന്നോണ്ടിരിക്കുന്നേ എന്ന് പറഞ്ഞ് കിസുക്കി അടിക്കാൻ വേണ്ടി പോവാണ് ടാക്കെമിച്ചി. അപ്പോഴാണ് വീണ്ടും അവൻ ആ വിഷയം വരുന്നത്. ഫ്യൂച്ചറിൽ ഇതേ സ്ഥലത്ത് വെച്ച് കിസുക്കി ഹീനയെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ് ഹീന. എന്ത്, ഫ്യൂച്ചറിൽ കിസുക്കി ഹീനയെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ് ടാക്കെമിച്ചി. അങ്ങനെയാണെങ്കിൽ എന്റെ പ്ലാൻ ഫ്യൂച്ചറിൽ ഫെയിൽ ആയല്ലേ എന്ന് പറഞ്ഞ കിസുക്കി ചോദിക്കുന്നു. അപ്പോഴാണ് ടാക്കെമിച്ചിക്ക് ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് നേരിട്ട് അവന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ അവന് തോന്നുന്നത് കിസുക്കി ഹീനയെ പ്രൊപ്പോസ് ചെയ്യുന്നു. എന്നാൽ ഹീന അത് റിജക്ട് ചെയ്ത് അവിടെ നിന്നും പോകുന്നു. കിസുക്കി നിനക്ക് ഹീനയെ ഇഷ്ടമായിരുന്നോ എന്ന് ടാക്കെമിച്ചി ചോദിക്കുന്നു. ഞാൻ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ ചൈൽഡ് പ്രോഡിജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കിസുക്കി നീ തന്നെയാണ് ഇപ്പോഴും ക്ലാസ് ടോപ്പർ എന്ന് ഹീന വന്ന് പറയുന്നു. അതെന്തോ ലക്കിൽ വന്നതാ എന്ന് കിസുക്കിയും പറയുന്നു. അന്നൊക്കെ ഹീനയെ ഞാൻ കാണാത്ത പോലെ ആയിരുന്നു നടന്നിരുന്നത്. പക്ഷേ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഹീനയെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞാ ചൈൽഡ് പ്രോട്ടജി ആയിരുന്നു എന്നെ ഹീനയ്ക്ക് ഇഷ്ടമായിരുന്നു വിചാരിച്ചു. എന്നാൽ അപ്പോഴാണ് ഒരു ഹീറോ വന്ന് അവളുടെ മനസ്സെടുത്തുകൊണ്ട് പോയത്, ടാക്കെമിച്ചി ഹാനഗാക്കി. അതിനുശേഷം ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഹേയ് ടാക്കിയ, എന്റെ ഹീറോസ് എല്ലാവരും റൗഡീസ് ആയിരിക്കും. ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജപ്പാന്റെ നമ്പർ 1 റൗഡി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് കേൾക്കുന്ന കിസുക്കി റൗഡീസ് എങ്ങനെയാ ഹീറോ ആയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുവാണ്. അതിനുശേഷം ഞാൻ ഗാങ്സ്റ്റേഴ്സിനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മൊബൈസിലുള്ള ഈസുന എന്ന് പറയുന്ന ഒരുത്തനെ ഞാൻ നേരിട്ട് പോയി കണ്ടു. ഗാങ്സ്റ്റേഴ്സിൽ അവനായിരുന്നു അപ്പോൾ ടോപ്പിലുണ്ടായിരുന്നത്. പക്ഷേ ജപ്പാന്റെ അല്ല. അങ്ങനെ ഒരുപാട് ഗാങ്സ്റ്റേഴ്സിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്തു. ഒരുപാട് പേരെ നേരിട്ട് പോയി കണ്ടു. അങ്ങനെയാണ് ടോക്കിയോ മാഞ്ചി ഗാങ്ങിന്റെ മാഞ്ചറോ സാനോനെ ഞാൻ മീറ്റ് ചെയ്തത്. എന്റെ പ്ലാനിന് അവനായിരിക്കും കറക്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ വർഷം സമ്മറിൽ ഞാൻ എന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച സമയത്താണ് നിന്നെ ഞാൻ കണ്ടത്. നോക്ക് ടാക്കെമിച്ചി, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ഞാൻ എത്രത്തോളം മാറിയെന്ന് എന്ന് കിസുക്കി ആലോചിച്ച് ടാക്കെമിച്ചിയെ ക്രോസ് ചെയ്ത് പോകുന്നു. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ടാക്കെമിച്ചി തിരിഞ്ഞു നോക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ നിന്നെക്കാൾ ഗ്രേറ്റ് ആയിട്ട് വരൂടാ എന്ന് പറഞ്ഞ് കിസുക്കി അവിടെ നിന്നും പോകുന്നു. നീ അന്ന് വെറുതെ ജപ്പാന്റെ നമ്പർ 1 ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. എന്ന് എന്റെ കയ്യില് അതിനു വേണ്ടിയുള്ള വെൽ പ്ലാൻ ഉണ്ടായിരുന്നു. എന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് 10 വർഷം വേണ്ടി വന്നു എന്ന് പറഞ്ഞ കിസുക്കി അന്ന് മൈക്കിയെ വന്ന് കാണുന്നു. മൈക്കി ജപ്പാന്റെ നമ്പർ 1 ആയിട്ട് മാറുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ അവനാണ് എനിക്ക് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്പറ്റ്. ഇവനെ വെച്ചാണ് ഞാൻ ജപ്പാന്റെ നമ്പർ 1 ഗാങ്സ്റ്റർ ആയിട്ട് മാറാൻ പോകുന്നത്. ആദ്യത്തെ 1 വർഷം അവന്റെ വിശ്വാസം ഞാൻ നേടിയെടുക്കും. പിന്നെയുള്ള 2 വർഷം ഞാൻ അവനെ മാനിപ്പുലേറ്റ് ചെയ്യും. പിന്നെ 3 വർഷം കൊണ്ട് ഞങ്ങൾ ടോക്കിയോ തന്നെ കൺട്രോൾ ചെയ്യും. പിന്നെ വരാൻ പോകുന്ന 4 വർഷം കൊണ്ട് മൊത്തം ജപ്പാനെ തന്നെ കൺട്രോൾ ചെയ്യും. പിന്നെ ഞാനായിരിക്കും ജപ്പാന്റെ നമ്പർ 1. അതിനുശേഷം ഹീന എന്നെ സ്വീകരിക്കും. ഞാൻ അവളെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കും. ഇതാണ് എന്റെ പെർഫെക്റ്റ് പ്ലാൻ എന്ന് ടാക്കെമിച്ചിയോട് കിസുക്കി പറയുന്നു. പക്ഷെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്തിട്ടും ഹീന കിസുക്കിയെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് ഹീനയെ കൊന്നുകളയുന്നത്. സോ ഈ കാര്യം ടാക്കെമിച്ചിക്ക് മനസ്സിലാവുന്നു. നീ എത്ര പ്രാവശ്യം ടൈം ട്രാവൽ ചെയ്തു?
എത്ര പ്രാവശ്യം എല്ലാതും മാറ്റി എന്ന് ചോദിക്കുകയാണ് കിസുക്കി. നിന്നെ റിജക്ട് ചെയ്തത് കൊണ്ട് നീ ഒരുപാട് പ്രാവശ്യം ഹീനയെ കൊന്നു കളഞ്ഞു. അവൾ എന്റേതാടാ. നീ ഉള്ളത് കൊണ്ട് അവൾ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നിന്നെ ഇതിനു മുൻപേ കൊന്നു കളയേണ്ടതായിരുന്നു. അത് ചെയ്യാണ്ടിരുന്നത് എന്റെ തെറ്റാ എന്ന് പറഞ്ഞ കിസുക്കി അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് തന്നെ ടാക്കിമിച്ചി അവന്റെ ഗണ്ണ് തട്ടി മാറ്റി തന്റെ കയ്യിലാക്കുവാണ്. അവന് നേരെ അത് ചൂണ്ടിക്കൊണ്ട് ഇനി ഒരിക്കലും ഹീനയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്ന് പറയുവാണ് ടാക്കിമിച്ചി. ഇവിടെ വെച്ച് ഇവനെ കൊന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരിക്കലും ഇവനിക്ക് പിന്നെ ഹീനയെ കൊല്ലാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആ ട്രിഗർ അമർത്താൻ വേണ്ടി നിൽക്കുവാണ് ടാക്കിമിച്ചി. അപ്പോഴാണ് മൈക്കിയും ഹീനയും അങ്ങോട്ട് വരുന്നു. ടാക്കിമിച്ചിക്ക് ഹീനയെ കണ്ടതുകൊണ്ട് അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ടാക്കിമിച്ചി ഗണ്ണ് താഴ്ത്തുന്നു. ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞ ഗണ്ണ് അവന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. താഴെ വീഴുന്ന ഗണ്ണ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കിസുകിയുടെ മോന്തക്കിട്ട് കൊടുക്കുവാണ് ടാക്കിമിച്ചി. പെട്ടെന്ന് തന്നെ കിസുകി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. ടാക്കിമിച്ചിക്ക് ഓടാൻ പറ്റുന്നില്ലെങ്കിലും എങ്ങനെയൊക്കെയോ കിസുകിയുടെ പുറകെ ഓടുവാണ്. ഹേ കിസുകി, നിന്റെ പ്ലാൻ എല്ലാം ഫെയിലായി. ഇനി ആരും നിന്നെ വിശ്വസിക്കില്ല എന്ന് ടാക്കിമിച്ചി വിളിച്ചു പറയുന്നു. തീർച്ചയായിട്ടും ഇതല്ല ഇതിന്റെ അവസാനം. ഒരിക്കൽ എന്തായാലും ഹീന എന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ കിസുകി മുന്നോട്ട് തന്നെ ഓടുന്നു. ഇവൻ എങ്ങോട്ടേക്ക് ഓടുന്നേ? ടൈം ട്രാവൽ ചെയ്യാൻ പോവാണോ? ഞാൻ നവുട്ടോക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെ ഇവനും എന്തെങ്കിലും ട്രിഗർ കാണും, അതിന്റെ അടുത്തോട്ടായിരിക്കും ഇവൻ പോകുന്നേ എന്ന് പറയുവാണ് ടാക്കിമിച്ചി. കിസുകി, ഞാൻ തീർച്ചയായിട്ടും നിന്നെ തടുക്കും. ഒരിക്കലും ഞാൻ ഫ്യൂച്ചറിലോട്ട് നിന്നെ പോവാൻ സമ്മതിക്കില്ല എന്ന് വിളിച്ച് പറയുവാണ് ടാക്കിമിച്ചി. ഇത് കേൾക്കുന്ന കിസുകി അവിടെ നിൽക്കുവാണ്. ഇത് കണ്ട് ടാക്കിമിച്ചി അവിടെ നിൽക്കുന്നു. നീ എന്താ പറഞ്ഞേ? ഞാൻ ഫ്യൂച്ചറിലോട്ട് പോവുകയാണെന്നോ? ടാക്കിമിച്ചി, ഞാനൊരു ടൈം ട്രാവലർ ആണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കിസുകി ചോദിക്കുന്നു. അപ്പൊ നീ ടൈം ട്രാവലർ അല്ലേ എന്ന് തിരിച്ചു ചോദിക്കുവാണ് ടാക്കിമിച്ചി. ഞാൻ എന്താ എന്റെ കൈ അനക്കാൻ പറ്റാത്തെ? എന്നെ കൊണ്ട് എന്ന് എഴുന്നേക്കാൻ പറ്റാത്തെ? ഇല്ല, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് വേദന കൊണ്ട് അവിടെ കിടന്ന് പൊളഞ്ഞോണ്ടിരിക്കുവാണ് കിസുകി. ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കിസുകി പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. ടോമാനിൽ നിന്നും മൈക്കി കിസുകിയെ പുറത്താക്കുന്നത്, കിസുകി ടാക്കിമിച്ചിയുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്തത്, ഇനി എന്റെ സ്ഥാനം നീ വേണം നോക്കാൻ എന്ന് ബാജി പറഞ്ഞത്, കിസുകി ടോമാനിൽ വന്ന് ജോയിൻ ചെയ്തത്, ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി കിസുകി ട്രൈ ചെയ്തത്, ഇതെല്ലാം നടക്കുന്നതിന് മുമ്പ് കിസുകി ടാക്കിമിച്ചിയെ ക്രോസ് ചെയ്തത്, ടാക്കിമിച്ചി ഹീനയെ പ്രൊട്ടക്ട് ചെയ്തത്, എല്ലാം ഒരു നിമിഷം റിവേഴ്സിൽ ചിന്തിക്കുകയാണ് കിസുകി. ഞാൻ ആഗ്രഹിച്ചതെല്ലാം നിന്നെ പോലെ ആവണമെന്നായിരുന്നു ടാക്കിമിച്ചി. കിസുകി ഒരു ടൈം ട്രാവലർ ഒന്നുമല്ല, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുവാണ് കിസുകി. അവിടെ വെച്ച് തന്നെ കിസുകി മരിച്ചു പോകുന്നു. ഇതേ സമയമാണ് മൈക്കി ഹീനയും അങ്ങോട്ട് ഓടി വരുന്നത്. ഇത് കണ്ട് അവർ രണ്ടുപേര് ഷോക്കായിട്ട് നിൽക്കുന്നു. നീ ഇത് കാണണ്ട എന്ന് പറഞ്ഞ് മൈക്കി ഹീനയുടെ കണ്ണ് പൊത്തുന്നു. ഹാൻമയും ഡ്രാഗനും ഫൈറ്റ് ചെയ്യുന്നതിൽ ഡ്രാഗൻ വിജയിക്കുവാണ്. നീ ശരിക്കും പവർഫുൾ ആണ് ഡ്രാഗൻ, ഈ സമയം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു കാണും എന്ന് ഹാൻമ പറയുന്നു. ഈ ഒരു ഇൻസിഡന്റിനെ ഹാൻഡോ ഇൻസിഡന്റ് എന്നാണ് പറയുന്നത്. 500 ടെഞ്ചിക്കോ ആളുകളും ടോക്കിയോ മാഞ്ചി ഗാങ്സും ഫൈറ്റ് ചെയ്തതിൽ 5 പേർ അറസ്റ്റായി, 3 പേർ മരിച്ചും പോയി. അറസ്റ്റ് ചെയ്ത 5 പേരും ടെഞ്ചിക്കോയുടെ മെയിൻ ഓഫീസേഴ്സ് ആയിരുന്നു. ഈ സംഭവം കാരണം മരിച്ചുപോയത് ഹേമ സാനോ, ഇസാന കൊറോക്കാവ, ടെറ്റ കിസുകി. ഹേയ് കാക്കുചാൻ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് കോക്കുച്ചോയുടെ അടുത്തോട്ട് ടാക്കിമിച്ചി വരുന്നു. അവസാനം ഞാനെന്താ മരിക്കാണ്ടിരുന്നേ? കോക്കുച്ചോ, ഇസാന നിനക്ക് വേണ്ടിയിട്ടാണ് അവന്റെ ജീവൻ കളഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല എന്ന് ടാക്കിമിച്ചി പറയുന്നു. കിസുകിയും മരിച്ചല്ലേ? ടെഞ്ചിക്കോയുടെ ആഗ്രഹം തന്നെ അവസാനിച്ചു. ഇല്ല കാക്കച്ചോ, അത് നിന്റെ കയ്യിലാണുള്ളത്. കിസുകി ഇപ്പൊ മരിച്ചു, എന്റെ ബാറ്റിൽ അവസാനിച്ചു. എന്നാ കിസുകി മരിച്ച അന്ന് തൊട്ടുള്ള എന്റെ ഉള്ളിലുള്ള ഈ തരിപ്പ് എന്ന് ടാക്കിമിച്ചി പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സീസൺ 3 ഇവിടെ വെച്ച് അവസാനിക്കുവാണ്. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടെന്നറിയാം. എന്തായാലും സീസൺ 4 വരുന്ന സമയത്ത് അതെല്ലാം തന്നെ അവസാനിക്കും. ടാക്കിമിച്ചിയെ കൊണ്ട് ഇനി ഫ്യൂച്ചറിലോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആക്കി വെച്ചുകൊണ്ടാണ് ഈ സീസൺ അവസാനിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.